നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആൻസിലറി പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ആരനൈസേഷൻ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈദിക കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ വേദകാലഘട്ടത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വേദകാലഘട്ടം 1500 മുതൽ, അതായത് ഹാരപ്പൻ സിവിലൈസേഷന്റെ ശേഷം ആണ് ഈ ഒരു പീരീഡ് വരുന്നത്. അപ്പൊ ഇതുവരെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാകും. ആദ്യം തന്നെ നമ്മൾ ശിലായുഗത്തെ കുറിച്ച് പറഞ്ഞു. ശിലായുഗത്തിൽ നിന്ന് ശിലായുഗത്തിന്റെ ഘട്ടങ്ങൾ നവീന ശിലായുഗം വരെ പ്രാചീനം, മധ്യം, നവീനം എന്നിങ്ങനെ പറഞ്ഞു പോന്നു. പിന്നീട് നമ്മൾ കാൽക്കോലിത്തിക് ഏജിനെ കുറിച്ച് പറഞ്ഞു. കാൽക്കോലിത്തിക് ഏജിൽ നിന്ന് വെങ്കല യുഗത്തിലേക്കുള്ള മാറ്റത്തെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെ ഇൻഡസ് വാലിയെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ ഇനി വരുന്നത് ഇൻഡസ് വാലിയുടെ പതനത്തിന് ശേഷം വന്നിട്ടുള്ള വൈദിക സംസ്കാരത്തെ കുറിച്ചാണ്, വേദിക് പീരീഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാലഘട്ടത്ത്, അതായത് 1500-നും 600-നും BC ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ആര്യന്മാര് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് അവർ പ്രവേശിച്ചു. അവരുടെ മതപരമായിട്ടുള്ളതും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, എലമെന്റ്സ് ഒക്കെ ഇന്ത്യയിൽ വരുന്നു. അങ്ങനെ ഇന്ത്യ ഈ വേദങ്ങളുടെ ഒരു നാടായിട്ട് ഇന്ത്യ മാറുകയും ചെയ്യുന്നു. അപ്പൊ 4 വേദങ്ങളാണ് അവർ രചിച്ചിട്ടുള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഈ 4 വേദങ്ങളുടെയും പീരീഡിനെയാണ് നമ്മൾ വേദകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈദിക കാലഘട്ടത്തിനെ പ്രധാനമായിട്ട് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കാറുണ്ട്. ഒന്നാമത്തത് ഏർലി വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡ് 1500 മുതൽ 1000 വരെയുള്ള പീരീഡിനെയാണ് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ലേറ്റർ വേദിക് പീരീഡ് ആണ് ഉത്തര വൈദിക കാലഘട്ടം, അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡ്. 1000-നും 600-നും ഇടയിലുള്ള കാലഘട്ടം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർഗീകരണമാണ്. ഇനി നമ്മൾ ഏർലി വേദിക് പീരീഡിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നോക്കുന്നത്. ഒരു ഗോത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു നിലനിന്നിരുന്നത്. കുടുംബത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. കുടുംബം അല്ലെങ്കിൽ കുലം ആണ്. കുലത്തിന്റെ അധിപൻ കുലപതി അല്ലെങ്കിൽ കുലപ്പ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി വേദങ്ങള്, പ്രത്യേകിച്ച് ഋഗ്വേദമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന പൂർവ്വ വേദ കാലഘട്ടം എന്ന് പറയുന്നത് ഋഗ്വേദിക് പീരീഡ് എന്ന പേരിൽ കൂടി അറിയപ്പെടാറുണ്ട്. ഈ ഒരു പീരീഡിൽ രചിക്കപ്പെട്ടത് ഏതായിരുന്നു? ഋഗ്വേദമായിരുന്നു. ഇനി പ്രകൃതി ദേവതകളെയൊക്കെയാണ് പ്രധാനമായിട്ടും ആരാധിച്ചിരുന്നത്. ഇന്ദ്രൻ, അഗ്നി, വരുണൻ, സൂര്യൻ, ഇതിനെയൊക്കെയാണ് ആരാധിച്ചിരുന്നത്. ഇനി അന്ന് കന്നുകാലികളായിരുന്നു സമ്പത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. കന്നുകാലികളെ മുൻനിർത്തി എത്രത്തോളം സമ്പന്നനാണെന്ന് പറയുന്നത് എത്രത്തോളം കന്നുകാലികൾ അവരുടെ ഉടമസ്ഥതയിലുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ കന്നുകാലികൾക്ക് വേണ്ടിയിട്ട് ഗോത്രങ്ങൾ തമ്മിൽ നിരന്തര സംഘടനകളിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനെ ഗവിഷ്ടി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സംസ്കൃതമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഭാഷ. അതുപോലെ സ്ത്രീകൾക്ക് ഈ ആദ്യകാലഘട്ടത്തിൽ, അതായത് ഋഗ്വേദിക് പീരീഡിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവി ഉണ്ടായിരുന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബജീവിതത്തിലൊക്കെ വലിയ പ്രാധാന്യം ഋഗ്വേദിക് പീരീഡിൽ ഉണ്ടായിരുന്നു. പിന്നീട് അതിങ്ങനെ കുറഞ്ഞു വരുന്നതിന്റെ ഒരു സൂചന നമുക്ക് ലഭിക്കും. ഇപ്പൊ പ്രധാനപ്പെട്ട വേദങ്ങള് നമ്മൾ പറഞ്ഞു: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയാണ്. ഇനി അന്നത്തെ ഒരു ഭരണരീതി എന്ന് പറഞ്ഞാൽ ഗോത്രമുഖ്യൻ ആണ്. രാജൻ എന്ന പേരിലാണ് ഗോത്രമുഖ്യൻ അറിയപ്പെട്ടിരുന്നത്. അപ്പോ ഒരു രാജവാഴ്ചയുടെ ഒരു ആദിമ രൂപം തന്നെയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. നമുക്ക് ഉത്തര വൈദിക കാലഘട്ടത്തെ കുറിച്ച്, അല്ലെങ്കിൽ ലേറ്റർ വേദിക് പീരീഡിനെ കുറിച്ച് നോക്കാം. 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരീഡ്. അന്നത്തെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ വർണ്ണാശ്രമ സിസ്റ്റം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു വർണ്ണ വ്യവസ്ഥ വന്നു. ബ്രാഹ്മണർ പൂജാതി കർമ്മങ്ങളും അതുപോലെ പുരോഹിത വൃത്തിയൊക്കെ ചെയ്തിരുന്ന, അധ്യാപനം തുടങ്ങിയ വൃത്തിയൊക്കെ ചെയ്തിരുന്ന വിഭാഗമാണ് ബ്രാഹ്മണർ. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ അവര് ഭരണവും യുദ്ധവുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. വൈശ്യരായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. ശൂദ്രർ ഈ മുകളിൽ പറഞ്ഞ 3 വിഭാഗങ്ങളുടെയും പാദസേവ ചെയ്യുക എന്നതായിരുന്നു അവരുടെ രീതി. ഇനി ആരാധനയിലും ചില പുതിയ മാറ്റങ്ങളൊക്കെ വന്നു. പുതിയ ദേവന്മാർ, വിഷ്ണു, ശിവൻ, ദുർഗ, ഇവരൊക്കെ ഉയർന്നു വന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. അതുപോലെ കൃഷി അടക്കമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി. നല്ല തോതിൽ കച്ചവടങ്ങളൊക്കെ ആരംഭിച്ചു. പുരോഹിതന്മാർക്ക്, ബ്രാഹ്മണർക്ക് നല്ല കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇവർക്ക് ലാൻഡ് ഗ്രാന്റുകളൊക്കെ ലഭിച്ചു തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. കൂടാതെ ഇവര് ആര്യന്മാര്
ഈ കിഴക്കോട്ടുള്ള സഞ്ചാരം ശക്തിപ്പെടുത്തി. അങ്ങനെ സരസ്വതി തടത്തിൽ നിന്നും ഇവർ ഗംഗാതടത്തിലേക്ക് വരികയും ഗംഗാതടത്തിൽ ഇവർ കൂടുതൽ ശക്തരായിട്ട് അവിടെ നിലകൊള്ളുകയും ചെയ്തു. ഈ പ്രധാനപ്പെട്ട ഇതിന്റെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആശയം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ ചതുർവേദ തത്വങ്ങളൊക്കെ രൂപം കൊണ്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ രചിക്കപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മഹാജനപദങ്ങൾ രൂപം കൊള്ളുന്നത് ഇവിടെയാണ്. ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത്. ഇനി വൈദിക കാലഘട്ടത്തിലെ പ്രധാന വേദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഋഗ്വേദം ഏറ്റവും പഴയ ഏറ്റവും വലുതുമായിട്ടുള്ള വേദമാണ്. യജുർവേദം യാഗഹോമ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് യജുർവേദം. സാമവേദം സംഗീത പ്രധാനമാണ്. ഇനി അഥർവവേദം മന്ത്രങ്ങളും താന്ത്രിക വിദ്യകളും ഒക്കെ ഉൾക്കൊള്ളുന്നത് ഈ അഥർവ വേദത്തിലാണ്. ഇനി വൈദിക കാലഘട്ടത്തിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്ക് ബുദ്ധമതമൊക്കെ രൂപം കൊള്ളുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഇനി നമുക്ക് വൈദിക സാഹിത്യത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് വേദിക് ലിറ്ററേച്ചറിനെ കുറിച്ച് നോക്കാം. വേദ സാഹിത്യത്തിന് ഭാരതീയ സംസ്കാരത്തിലും മതപരമായിട്ടുള്ള ആചാരങ്ങളിലും ഒക്കെ വലിയ പ്രാധാന്യം വേദങ്ങൾക്കുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഋഗ്വേദത്തെയാണ്. ഇനി വേദ സാഹിത്യത്തിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 4ആയിട്ടാണ് ഇതിനെ വിഭജിക്കുന്നത്. ഒന്നാമത്തേത് വേദം തന്നെ. വേദം നമ്മൾ പറഞ്ഞു 4 വേദങ്ങളുണ്ട്. രണ്ടാമത്തേത് ബ്രാഹ്മണ്യങ്ങളാണ്. ബ്രാഹ്മണ്യങ്ങള്, അതുപോലെ ആരണ്യകങ്ങള്, ഇനി ഉപനിഷത്തുകൾ, ഇങ്ങനെ 4 വിഭജനമാണ് ഇതില് ഉള്ളത്. ഈ വേദങ്ങള് ഹിന്ദുമതത്തിന്റെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള മതഗ്രന്ഥങ്ങളാണ്. വേദങ്ങൾ ശ്രുതികൾ എന്ന് ഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ശ്രുതി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ദൈവപരമായിട്ടുള്ള ജ്ഞാനം ഋഷിമാരുടെ മനസ്സിലാണ് ഇവയുണ്ടായത്. ഇതിന്റെ വെളിച്ചം ഋഷിമാരുടെ മനസ്സിലാണ് ആദ്യം രൂപപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഋഗ്വേദം ലോകത്തിലെ ഏറ്റവും പഴയ മതഗ്രന്ഥം. ഇതിന് 1028 സൂക്തങ്ങളാണ് ഇതിലുള്ളത്. ഇതിനെ 10 മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ ആണ് ഇന്നത്തെ പ്രധാന യുദ്ധദേവത. അതുപോലെ അഗ്നി ഹോമയാഗങ്ങളുടെ ദേവൻ, വരുണൻ ന്യായദേവൻ, സൂര്യൻ പ്രകാശദേവൻ, ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെയാണ് ഇതില് പ്രതിപാദിക്കുന്നത്. അതുപോലെ സൃഷ്ടി സിദ്ധാന്തത്തെ കുറിച്ച് ഒക്കെ ഇതില് പ്രതിപാദിക്കുന്നുണ്ട്. ഇനി യജുർവേദത്തിലെ യാഗഹോമ പൂജാനുഷ്ഠാനങ്ങൾക്കുള്ള വിധി ഇതൊക്കെയാണ് ഇതില് പ്രതിപാദിക്കുന്നത്. യജുർവേദത്തെ ശുക്ല യജുർവേദം എന്നും അതിനെ വാജനേയി സൂക്തം അല്ലെങ്കിൽ വാജനേയി സംഹിത എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ഇനി കൃഷ്ണ യജുർവേദം, തൈത്തരീയ സംഹിത എന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് എന്നൊക്കെ ആണ് അറിയപ്പെടുന്നത്. കൃഷ്ണം എന്ന് പറഞ്ഞാൽ ബ്ലാക്കും, ശുക്ലം എന്ന് പറഞ്ഞാൽ വെളുപ്പുമാണ്. അപ്പൊ ആ രീതിയിൽ പറയപ്പെടുന്നുണ്ട്. ഇനി യാഗങ്ങളിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾക്കും പ്രക്രിയകൾക്കും ഒക്കെ യജുർവേദമാണ് അതിന്റെ വിശദീകരണം നൽകുന്ന വേദമാണ് യജുർവേദം എന്ന് പറയപ്പെടുന്നു. ഇനി സാമവേദമാണ് അടുത്തത്. സാമവേദം സംഗീതത്തിനുള്ള പ്രധാനമായിട്ടുള്ള വേദമാണ്. അതുപോലെ ഋഗ്വേദങ്ങളുടെ സൂക്തങ്ങളെ സംഗീതാത്മകമായിട്ട് ആലപിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് സാമവേദത്തില്. സംഗീതത്തിന്റെ ഉത്ഭവം തന്നെ സാമവേദത്തിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഈ അന്നത്തെ പ്രധാന ദേവതകള് പ്രതിഹാര എന്നൊക്കെ പറയുന്ന ദേവഗണങ്ങളൊക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി അഥർവവേദം മാന്ത്രിക ശാസ്ത്രത്തെയും അതുപോലെ തന്ത്രശാസ്ത്രത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന വേദമാണിത്. രോഗശാന്തി മന്ത്രങ്ങളും കൃഷിയിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും ഈ ദുഷ്ട ശക്തികൾക്ക് എതിരായിട്ടുള്ള മന്ത്രങ്ങളും ഒക്കെ വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അതുപോലെ തന്നെ ആരോഗ്യ പരിപാലനം, മനഃശാന്തി, സമാധാന ജീവിതം, ദുരിത നിവാരണം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം തന്നെ ഇതിൽ കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ബ്രാഹ്മണങ്ങൾ എന്താണെന്ന് നോക്കാം. ബ്രാഹ്മണങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ നിന്ന് പറയുന്ന പാരമ്പര്യങ്ങളും അതുപോലെ ഹോമ വിധികളും എല്ലാം വിശദീകരിക്കുന്നതാണ് ഈ ബ്രാഹ്മണ്യകങ്ങൾ എന്ന് പറയുന്നത്. ഓരോ വേദത്തിനും പ്രത്യേക ബ്രാഹ്മണ്യ ഗ്രന്ഥം ഉണ്ട്. പ്രധാനപ്പെട്ട ചില ബ്രാഹ്മണ്യകങ്ങൾ ഏതാന്ന് നോക്കാം. നമുക്ക് ഋഗ്വേദത്തിൽ പറയുന്ന ബ്രാഹ്മണ്യകങ്ങളാണ് ഐതരേയ ബ്രാഹ്മണികം, കൗശീകത ബ്രാഹ്മണം എന്നിവ. ഇനി യജുർവേദത്തിൽ പറയുന്നതാണ് ശതപഥ ബ്രാഹ്മണം, തൈത്തരീയ ബ്രാഹ്മണം. സാമവേദത്തിൽ പറയുന്നതാണ് പാഞ്ചവിംശ ബ്രാഹ്മണം, അതുപോലെ ഷഡ്വിംശ ബ്രാഹ്മണം. ഇനി അഥർവവേദത്തിൽ പറയുന്നതാണ് ഗോപത ബ്രാഹ്മണം. അപ്പോൾ ഇത് ഒരു വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. നന്നായിട്ടൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ഭാഗങ്ങളാണ്. ഇനി ആരണ്യകങ്ങളെയാണ് നമ്മൾ ഫോറസ്റ്റ് കൃതികൾ എന്ന് പറയാറുണ്ട് അല്ലെ.
അപ്പോ ആരണ്യകങ്ങള്, അരണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വനം എന്നാണ്. അപ്പോ ആരണ്യകങ്ങളിലെ വടക്കേ ഇന്ത്യയിലെ ആരണ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വനങ്ങളിൽ വെച്ചാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്ന് രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ബ്രാഹ്മണ്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ആധ്യാത്മിക പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളാണ് ആരണ്യകങ്ങൾ എന്ന് പറയുന്നത്. ഇവ ധ്യാനം, തപസ്യ, സ്നാന രീതികൾ ഇതിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം വനത്തിലാണല്ലോ ഈ ധ്യാനം അല്ലെങ്കിൽ തപസ്സൊക്കെ അനുഷ്ഠിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 ആരണ്യകങ്ങൾ ഐതരേയ ആരണ്യകവും ശതപഥ ആരണ്യകവും ഒക്കെയാണ്. ഇനി ഉപനിഷത്ത് വേദാന്ത ചിന്തയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെയാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഏകദേശം 200ഓളം ഉപനിഷത്തുകളാണ് ഉള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 12 ഉപനിഷത്തുകളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ആശയങ്ങൾ ആത്മാവിന്റെ അമരത്വം, ശാശ്വതമാണ് ആത്മാവ് എന്നുള്ള ആശയം, അതുപോലെ തന്നെ ബ്രഹ്മം, മോക്ഷം, കർമ്മം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആശയങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഉപനിഷത്തുകളുടെ പേരുകളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഐതരേയ ഉപനിഷത്ത്, ചാന്തോഗ്യ ഉപനിഷത്ത്, കേനോപനിഷത്ത്, കഠോപനിഷത്ത്, ഈശാനോപനിഷത്ത്. ഇത് പ്രധാനപ്പെട്ട ഈ ഉപനിഷത്തുകളുടെ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ സ്മൃതി ഗ്രന്ഥങ്ങൾ ഇതിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ്. വേദങ്ങൾ അനുസരിച്ച് ജീവിത രീതികളെ വ്യാഖ്യാനിക്കുന്നതാണ് സ്മൃതികൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട സ്മൃതി മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, നാരദ സ്മൃതി, ഇവയാണ് പ്രധാനപ്പെട്ട സ്മൃതികൾ. ഇനി 2 എപ്പിക്കുകൾ കൂടിയുണ്ട്. ഇതിഹാസങ്ങൾ, രാമായണവും അതുപോലെ മഹാഭാരതവും. വാത്മീകി രചിച്ചതാണ്. ശ്രീരാമൻ കേന്ദ്ര കഥാപാത്രമായി കൊണ്ടുള്ള ശ്രീരാമകഥ പറയുന്നതാണ് രാമായണം. മഹാഭാരതം വ്യാസനാണ് രചിച്ചിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധകഥയാണ് മഹാഭാരതത്തിൽ പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ആര്യന്മാരുടെ അല്ലെങ്കിൽ ആര്യനൈസേഷന് വേദ കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.